ജഗൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ജഗൻ ഓർത്താ കൊള്ളാം, ഞാൻ ജഗനെ മനഃപൂർവ്വം പ്രതിയാക്കി ജയിലിലിട്ട് അടച്ചതല്ല. ഒരാൾ താനാണ് കൊലപാതകം സ്വയം ചെയ്തതെന്ന് സമ്മതിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. നാളെയാണ് വർഷയുടെ ചടങ്ങ്. അറിയാം, വന്ദന എന്നെ വന്ന് കണ്ടിരുന്നു. ജഗൻ ഇപ്പൊ കിടക്കുന്നത് പോലീസ് ലോക്കപ്പിലല്ല, സബ് ജയിലിലാണ്. പോലീസ് ലോക്കപ്പിലായിരുന്നെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു ജഗൻ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ. മാഡം, വർഷ എനിക്കെന്റെ കൂടപ്പുറപ്പിനെ പോലെ. അവളുടെ മരണാനന്തര കർമ്മങ്ങളില് എനിക്ക് ജഗൻ അറിയാലോ ജുഡീഷ്യറിയും സിസ്റ്റംസും ഒക്കെ. ഐ എം സോറി ജഗൻ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് ഈ രാത്രി ജഗനെ കാണാൻ വരാൻ വേണ്ടി തന്നെ ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുക്കേണ്ടി വന്നു ഇന്ന്. ആ ഒരു പെർമിഷൻ കിട്ടാൻ തന്നെ കാരണം ജഗൻ കൊന്നുവെന്ന് സംശയിക്കുന്ന രാജീവ് മേനോൻ കേസിന്റെ അന്വേഷണ ചുമതല എനിക്കായതുകൊണ്ടാ. ഞാൻ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള വന്ദനയുടെ ആവശ്യം നിരസിക്കാം. പക്ഷേ ജയങ്ങളും വരണമെന്ന് എന്റെ നിയമങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ കുഞ്ഞിന്റെ മനസ്സ് സങ്കടപ്പെടുത്താൻ എനിക്ക് ആവുന്നില്ല. എന്തെങ്കിലും ഒരു മാർഗം. ജഗനെ ആ ചടങ്ങിൽ എങ്ങനെയെങ്കിലും പങ്കെടുപ്പിക്കണം എന്നുള്ള ആഗ്രഹം ജഗന്റെ സുഹൃത്തായ എനിക്ക് വൈഗയ്ക്കുണ്ട്. പക്ഷെ ഒരു ACP ആയ വൈഗയ്ക്ക് അതിന് കഴിയില്ല. നാളെയോ മറ്റന്നാളോ ജഗനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുതരും. വൈകും മുമ്പ് ഇവിടേക്ക് മടക്കി അയക്കണം. പോലീസ് കാവലിൽ ചോദ്യം ചെയ്ത് അതീവ സുരക്ഷയിൽ തിരികെ വിടണം. ജഗൻ സ്വയം കുറ്റം സമ്മതിച്ച സ്ഥിതിക്കും CCTVയിൽ അന്ന് മരണം നടന്ന സ്പോട്ടിൽ ആക്സിഡന്റ് സമയത്ത് കാണപ്പെട്ടതുകൊണ്ടും യഥാർത്ഥ പ്രതിയെ തെളിവുകളോടെ കിട്ടുന്നതുവരെ റിമാൻഡിന്റെ കാലാവധി നീട്ടാനാണ് സാധ്യത. ജഗനെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. ജഗൻ നിരപരാധിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല, കോടതിക്കും അത് തന്നെ ബോധ്യപ്പെടണം. അതിന് തെളിവുകൾ വേണം. ആ തെളിവുകൾ കണ്ടെത്തുന്നത് വരെ പ്രതിസ്ഥാനത്ത് ജഗൻ തന്നെയാ. ACPയുടെ പോലീസ് ബുദ്ധിയൊന്നുമില്ല. എന്നാലും രാഷ്ട്രീയക്കാരന്റെ തന്ത്രം വെച്ച് പറഞ്ഞാൽ ഇപ്പൊ പ്രതിയെന്ന് സംശയിക്കുന്ന എന്നെ പുറത്തിറക്കിയാൽ അണിയറയിൽ പതുങ്ങിയിരിക്കുന്ന യഥാർത്ഥ പ്രതികളെ രംഗത്തിറങ്ങും. എന്നെ അകത്താകാനുള്ള തന്ത്രങ്ങളും മെനയും.